പൈസ അയച്ചെന്നുണ്ട്, നോക്കി നോക്കിയേ. 2 കോടി അയച്ചിട്ടുണ്ട്. ആടാ ഞാൻ കണ്ടു, 2 കോടി എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തന്നെ വിശ്വാസമുണ്ട് നീ എന്നെ ചതിക്കില്ലെന്നറിയാം. എടാ നിനക്ക് എന്നാലും ഈ വണ്ടി എവിടെ നിന്നാണ് 2 കോടിക്ക് കിട്ടിയേ? ഈ വണ്ടിക്ക് ശരിക്കും ഒരു 10 കോടി ഉണ്ടാവും. ആ, ഈ വണ്ടിക്ക് ശരിക്കും 10 കോടി ഉണ്ട്. നീ പിന്നെ എൻ്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഈ വണ്ടി 2 കോടിക്ക് തന്നത്. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി നൈസായിട്ടുണ്ട്. ഇതിൽ പെട ബൂസ്റ്ററൊക്കെ ഉണ്ടെന്നാ പറയണേ. ഫ്രാങ്ക്ലിൻ അണ്ണ, അണ്ണൻ പുതിയ വണ്ടിയൊക്കെ എടുത്ത? ഇത് കൊള്ളാലോ. ആടെ ഷിൻചാനെ, ഞാൻ പുതിയ വണ്ടിയൊക്കെ എടുത്തു. എങ്ങനെയുണ്ട്? വണ്ടി നൈസായിട്ടുണ്ട്, ഒരു രക്ഷയും ഇല്ല. അല്ല ഇത് ഏതാ വണ്ടി, പോർഷയാണോ? അതെ ഷിൻചാനെ, ഇതൊരു പോർഷയാണ്. എടാ ഇന്നലെ നമ്മൾ മിലിറ്ററി ബേസിൽ നിന്ന് ഒരു വണ്ടി അടിച്ചു മാറ്റിയില്ലേ, ഒരു പഴയ മോഡൽ സൂപ്പർ കാറ്. അത് പക്ഷെ ലെസ്റ്റർ കൊണ്ടുപോയി, അത് വേറെ കാര്യം. ഈ വണ്ടിയും ഏകദേശം അതേപോലെ തന്നെയാ. ഈ വണ്ടിയിൽ ഒരു പെട ബൂസ്റ്റർ ഉണ്ട്. അത് മാത്രമല്ല, ഈ വണ്ടി എടുത്ത് നമ്മൾ എവിടേക്കെങ്കിലും കൊണ്ട് ഇടിച്ചാലും വണ്ടിക്കൊന്നും സംഭവിക്കില്ല, ഒരു സ്ക്രാച്ച് പോലും വരില്ല. അതെ, ഞാൻ ഇറങ്ങാണ്, എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. ആടാ ശരിയപ്പോ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അവനങ്ങനെ പോയേക്കാണ് കേട്ടാ. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണ, അതാരായിരുന്നു? അതെൻ്റെ പഴയ ഒരു കൂട്ടുകാരനാ. എനിക്ക് 2 കോടിക്കാണ് ഈ വണ്ടി തന്നെ. ശരിക്കും വണ്ടിക്ക് 10 കോടി ഉണ്ട്. ഏയ് ഇത് പോർഷ അല്ലേ? പോർഷയ്ക്ക് 10 കോടിക്കുണ്ട്, കൂടിപ്പോയ ഒരു 4 കോടി ഉണ്ടാവും. എടാ ഷിൻചാനെ, പറയാൻ പറ്റില്ല. ഈ വണ്ടി സ്റ്റോക്കല്ല, മോഡിഫൈഡ് ആണ്. ഇതുണ്ടില്ലേ, വണ്ടിയിൽ ബൂസ്റ്ററൊക്കെ ഉണ്ട്. ഈ ബൂസ്റ്ററിന് നല്ല പവർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് പിന്നെ ചെറിയ വഴിയായതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഹൈവേയിലേക്ക് പോവാം, എന്നിട്ട് ഈ ബൂസ്റ്ററിൻ്റെ പവർ അങ്ങ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാൻ സിറ്റിയിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഇവിടെ വെച്ചിട്ട് നമുക്ക് ബൂസ്റ്റർ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി മുമ്പിലേക്ക് പോയ ഒരു ഹൈവേ ഉണ്ട്, നമുക്ക് അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. വണ്ടി നൈസായിട്ട് ഇടിച്ചിട്ടുണ്ട്, പക്ഷേ സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല ഏട്ടാ. ഒരു മിനിറ്റ്, ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് വന്നു. ഇതെന്തത്, സ്ക്രാച്ച് വരാൻ പാടില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, ചെറിയൊരു സ്ക്രാച്ച് അല്ലേ. ലോസ് ആൻഡോസിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പിന്നെ എന്തായാലും ഒരു സ്ക്രാച്ച് വീഴും, അത് ഉറപ്പാ. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, നേരെ ഹൈവേയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ബൂസ്റ്ററൊക്കെ ഇടാം. ലെറ്റ്സ് ഗോ. നൈസായിട്ട് വണ്ടി നമ്മൾക്ക് ഇടിച്ചു. ഇതെന്തത്, വണ്ടിയുടെ ബമ്പറൊക്കെ പൊളിഞ്ഞല്ലോ. ഏയ് അപ്പൊ അണ്ണനല്ലേ പറഞ്ഞേ വണ്ടി എടുത്ത് എവിടേക്കെങ്കിലും കൊണ്ട് ഇടിച്ചാലും വണ്ടിക്കൊന്നും സംഭവിക്കില്ലെന്ന്? ഇതെന്തത്, വണ്ടിയുടെ ബമ്പറൊക്കെ പൊളിഞ്ഞല്ലോ. അതെന്താന്ന് എനിക്കറിയില്ല ഏട്ടാ. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞേ, ഈ വണ്ടി എടുത്ത് എവിടേക്കെങ്കിലും കൊണ്ട് ഇടിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്ന്. നമ്മളിപ്പോൾ അത്ര വലിയ ഇടിയൊന്നുമില്ല ഇടിച്ചേ, എന്നാലും വണ്ടിയുടെ ബമ്പർ ഊരി പോന്നു. ഇതെന്തത്, വണ്ടിയുടെ ബൂസ്റ്റർ വർക്കാവണില്ല. ഒന്ന് ഹൈവേ വരെ പോയിട്ട് ബൂസ്റ്റർ ടെസ്റ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്, അപ്പോഴേക്കും ഈ ബൂസ്റ്റർ കേടായി. എന്നാലും ഈ വണ്ടിക്ക് എന്താണോ പ്രശ്നം? എനിക്ക് തോന്നണതേ അവൻ നമ്മളെ പറ്റിച്ചോന്നാ. ആടാ ഷിൻചാനെ, ഒരു മിനിറ്റ്, ബൂസ്റ്റർ ഇപ്പോൾ വർക്കായില്ലോ. ഇപ്പം എന്താ പറ്റിയേ? ബൂസ്റ്റർ മൊത്തത്തിലങ്ങ് കേടായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് വർക്കാവുന്നുണ്ട്. ബൂസ്റ്റർ അമർത്തിയിട്ട് പക്ഷേ വണ്ടി മുന്നോട്ട് നീങ്ങണില്ല. എനിക്ക് തോന്നണത് വണ്ടിയുടെ ബൂസ്റ്റർ കംപ്ലൈൻ്റ് ആയിരുന്നാ. ഓക്കെ, ഇപ്പോൾ ഇത് ബൂസ്റ്റർ തീരെ വർക്കാവണില്ല. എടാ ഷിൻചാനെ, അവൻ നമ്മളെ പറ്റിച്ചൂടാ. അവൻ എനിക്ക് കേടായ വണ്ടിയെ തന്നെ, വെറുതെ അല്ല അവൻ എനിക്ക് 2 കോടിക്ക് വണ്ടി തന്നെ. എന്തുട്ടാണാ, കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിന്ന് വിളിക്കായിരുന്നു. ഇതിപ്പോ അതുമില്ലല്ലോ. അതെന്താ ഷിൻചാനെ അങ്ങനെ ഒരു ടോക്ക്? പിന്നെ ഞാനെന്തുട്ടാ പറയണ്ടേ, ഒരു വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണ്ടേ? ഇത് 2 കോടിയെന്ന് അറിഞ്ഞപ്പോൾ കണ്ണടച്ചങ്ങ് മേടിച്ചു, അതാണ് ഇപ്പൊ ഇത്ര പ്രശ്നം ഉണ്ടായേ. എന്നാലും അവനെന്നെ ചതിക്കുന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ വണ്ടിയുടെ ബൂസ്റ്ററിന് മാത്രം കംപ്ലൈൻ്റ് ഉള്ളൂ, വണ്ടിയുടെ എഞ്ചിനിപ്പോൾ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്താണോ, വണ്ടി അധികം സ്പീഡിലൊന്നും പോണില്ല, പതുക്കെ പോണുള്ളൂ. ഒരു ചെറിയൊരു ഇടി ഇടിച്ചപ്പോഴേക്കും വണ്ടിയുടെ ബൂസ്റ്റർ അങ്ങ് കംപ്ലൈൻ്റ് ആയി. ഇതിപ്പോൾ വലിയ ഇടിയായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പടയുണ്ടാവും, ഒന്നും പറയണ്ട. വണ്ടിക്കിപ്പോൾ ഏതായാലും സ്പീഡൊന്നും ഇല്ല, 40-50 പോണേ. നമുക്കൊരു കാര്യം ചെയ്യടാ, ഇതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ വണ്ടി റിപ്പയർ ചെയ്യാം. വണ്ടി ഇപ്പോൾ ഏതായാലും പോർഷ അല്ലേ, പോർഷ ആയതുകൊണ്ട് ചിലപ്പോൾ റിപ്പയർ ചെയ്യാനായിട്ട് കുറേ പൈസ ചിലവാകും, അത് വേറെ കാര്യം. ഇവിടെ ഇപ്പോൾ എന്തോ റേസൊക്കെ നടക്കണ്ടല്ലോ. എനിക്കിപ്പോൾ ഏതായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തേനത് ഓഫ് റോഡ് റേസാ, എൻ്റെ കയ്യിലുള്ളത് ഒരു സ്പോർട്സ് കാറും. സ്പോർട്സ് കാറാന്ന് പറയാനൊന്നും പറ്റില്ല, വണ്ടിക്ക് സ്പീഡൊന്നും ഇല്ല. ഇതിനെങ്ങനെ സ്പോർട്സ് കാർ എന്ന് പറയാ? ഞാനിതിൽ ബൂസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കണില്ല, ബൂസ്റ്റർ വർക്കാവണില്ല. ഒരു ഇടി അടിച്ചപ്പോഴേക്കും മൊത്തത്തിലങ്ങ് കംപ്ലൈൻ്റ് ആയി. അണ്ണാ നമുക്കൊരു കാര്യം ചെയ്താലോ,
അണ്ണൻ്റെ വീട്ടിൽ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡില്ലേ, നമുക്കതിൽ ഒരു സൂപ്പർ കാർ വരയ്ക്കാം, ഒരു പെട ബൂസ്റ്ററൊക്കെ ഉള്ളത്. ഓ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ടല്ലേ. ഷേ, എന്നിട്ടാണ് ഞാൻ ഈ വണ്ടി 2 കോടിക്ക് മേടിച്ചേ. ഞാൻ എന്തുട്ടം മണ്ടത്ര കാണിച്ചേ. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് ആ ബോർഡ് എടുത്തിട്ട് ഒരു വണ്ടി ഇങ്ങ് വരയ്ക്കാം. ഏയ് ഇതെന്തത്, വണ്ടി കയറ്റം കയറണില്ലല്ലോ. കയറ്റം കയറാനും നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി എങ്ങനെ മൊത്തത്തിൽ ബ്രേക്ക് ഡൗൺ ആയിക്കാണ് കേട്ടാ. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആവണം കൂടി ഇല്ല. അണ്ണാ ഇനി നമ്മൾ എന്തുട്ട് ചെയ്യുക? ഇനി എന്തുട്ട് ചെയ്യുക? നമുക്കൊരു ടോ ട്രക്ക് വിളിക്കാം. ഈ വണ്ടി ഇപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഇട്ടച്ച് പോണില്ല, പൈസ കൊടുത്ത് മേടിച്ചതാണ്. ആടെ ശിഞ്ചനെ ഞാൻ ടോ ട്രക്കിൻ്റെ ആളെ വിളിച്ചിട്ടുണ്ട്, ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞു. Meanwhile, ആരോ എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ എന്നിട്ട് ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. ആ ലൊക്കേഷൻ ഏകദേശം ഇവിടെ ആയിട്ടാണ് കാണിക്കണേ. ഒരു മിനിറ്റ്, മുമ്പിൽ ഒരു വണ്ടി ഉണ്ടല്ലോ. ഇതാണോ ആ കേടായ വണ്ടി? ഫ്രണ്ടിൽ സ്ക്രാച്ചൊക്കെ കാണാണ്ട്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കുന്ന വണ്ടി. ഏയ് ഇത് ഫ്രാങ്ക്ലിൻ അല്ലേ? ഫ്രാങ്ക്ലിനെ പുതിയ വണ്ടിയൊക്കെ മേടിച്ചുല്ലേ? വണ്ടിക്ക് എന്താ പറ്റിയേ? അത് അണ്ണനെ ആരോ നൈസായിട്ട് പറ്റിച്ചു. ഏയ് എന്താണ്ടായേ? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ശരി, നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ വണ്ടി ടോ ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. എന്നാലും ഫ്രാങ്ക്ലിനെ പുതിയൊരു വണ്ടി എടുത്തിട്ട് എങ്ങനെ ഇത്ര പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയേ? എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനാണ് എനിക്ക് ഈ വണ്ടി തന്നെ. ശരിക്കും ഈ വണ്ടിക്ക് 10 കോടി ഉണ്ട്, പക്ഷെ അവൻ എനിക്ക് 2 കോടിക്ക് തന്നു. അതുകൊണ്ട് ഞാനിത് കണ്ണടച്ച് മേടിച്ചു. ഈ വണ്ടിയിലെ നല്ല പവറുള്ള ഒരു ബൂസ്റ്റർ ഉണ്ട്. അത് മാത്രമല്ല, ഈ വണ്ടി എടുത്ത് എവിടെയും കൊണ്ടുപോയി ഇടിച്ചാലും വണ്ടിക്കൊന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. ഞാൻ ഈ വണ്ടിയുടെ ബൂസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഹൈവേ വരെ പോവായിരുന്നു. അന്നേരം ഞാൻ അറിയാണ്ട് ഒരു വണ്ടിമ്മ കൊണ്ടുപോയിട്ട് താങ്ങി. പിന്നെ എന്താണാവോ, വണ്ടിക്ക് ഫുള്ള് കംപ്ലൈൻറ്റ്. ആദ്യം വണ്ടിയുടെ ബൂസ്റ്റർ കേടായി, പിന്നെ ഈ വണ്ടിയുടെ സ്പീഡ് പതുക്കെ കുറഞ്ഞു വന്നു. ഇപ്പോൾ ഇതേ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും ചെയ്തു. അത് ശരി, അപ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടായേ. എന്നാലും ആ വണ്ടി കണ്ണടച്ച് മേടിക്കണ്ടായിരുന്നു. അവിടെ നിനക്ക് പ്രശ്നമായേ. ഒരു വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ മുന്നേ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണം, എന്നിട്ട് വേണം വണ്ടി മേടിക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് പണി പാളി. ഇനി അങ്ങനെ ആവാണ്ട് നോക്കിക്കോളാം. അവനെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോണില്ല, ഒരു പണി കൊടുക്കും ഞാൻ. ഓക്കെ, ഇവിടെ നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. വണ്ടിയുടെ അവസ്ഥ കുറച്ച് മോശമാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് ഉണ്ട്. നമുക്കതിൽ ഈ സെയിം കാർ തന്നെ വരയ്ക്കാം, എന്നിട്ട് കുറച്ചും കൂടിയും പവർഫുൾ ആക്കാം. ഓക്കെ, എവിടെ എൻ്റെ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ്? ഏയ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടാ ഷിൻചാനെ, ആ ബോർഡ് എവിടെയാ? വേഗം എടുത്തോണ്ട് വാ. അണ്ണാ ഞാനിപ്പോൾ കൊണ്ടുവരാം. ഓക്കെ, ആ ബോർഡ് അങ്ങനെ ഫിറ്റ് ചെയ്തേക്കണം കേട്ടോ. നമുക്കിനി ആ കാറിൻ്റെ പടം വരയ്ക്കാം. എൻ്റെ ഡ്രോയിങ് അത്ര ശരിയല്ല, എന്നാലും അതേപോലെ വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്കപ്പോൾ വരച്ച് തുടങ്ങാം. ആദ്യം നമുക്ക് വണ്ടിയുടെ ബോഡി വരയ്ക്കാം. വണ്ടിയുടെ ബോഡി ഞാൻ വരച്ചിട്ടുണ്ട്, ഏകദേശം ഇതേപോലെ ഉണ്ടാവും. ഇനി എന്താ ചെയ്യണ്ടേ? വണ്ടിക്ക് ഡോറ് വരച്ചു കൊടുക്കാം. ഈ വണ്ടിക്ക് 2 ഡോറുള്ളോ, പക്ഷെ നമുക്ക് ഒരു സൈഡ് മാത്രം വരച്ചാൽ മതി. ഓക്കെ, ഒരു സൈഡിലത്തെ വിൻഡോ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഡോറും കൂടി വരയ്ക്കാം. ഓക്കെ, ഡോറും കൂടി ഞാൻ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി വണ്ടിയുടെ ബാക്കില്ലേ, അതൊന്ന് മാറ്റി കളയാം. ആ വണ്ടിയുടെ സ്പോയിലർ ഇങ്ങനെയല്ല. ഓക്കെ, ഇത്രയ്ക്ക് മാറ്റാൻ മതിയാവും. വണ്ടിയുടെ സ്പോയിലർ നമുക്ക് ശരിക്കും വരയ്ക്കാം. അതിങ്ങനെയായിരുന്നു, അത്യാവശ്യം വലിപ്പമുണ്ട് സ്പോയിലറിന്. ഓക്കെ, സ്പോയിലർ ഞാൻ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ സാധനം വരയ്ക്കാം, ബൂസ്റ്റർ. നമുക്ക് വലിയൊരു ബൂസ്റ്റർ അങ്ങ് വരയ്ക്കാം, നല്ല പവർ വേണം. ഓക്കെ, ബൂസ്റ്ററും കൂടി ഞാൻ അങ്ങനെ വരച്ചേക്കാണ്. ഇനി ടയറും കൂടി അങ്ങ് വെച്ച് കൊടുക്കാം. ഓക്കെ, അതും കൂടി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിക്ക് കളർ കൊടുക്കാം. കളർ നമുക്ക് നേരത്തെ കളർ മതി. ആ വണ്ടി ഒരു നീല കളറായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ നീല കളർ അടിക്കാം. ജനലയ്ക്ക് പിന്നെ ഗ്രേ കളർ കൊടുക്കാം. ഓക്കെ, അതും കൂടി അങ്ങനെ കൊടുത്തേക്കാണ്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാം കഴിഞ്ഞില്ലേ? അണ്ണാ, അലോയ് വീൽസിന് ഒരു ഡിസൈൻ കൊടുത്തൂടെ? ഡിസൈൻ കൊടുക്കണ? കൊടുക്കാം, കിടന്നോട്ടെ. ഓക്കെ, അലോയ് വീൽസിനും ഞാൻ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഷിൻചാനെ, നമ്മുടെ വണ്ടി റെഡി ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, നേരത്തെ സൈഡിലൊക്കെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു, ഇപ്പം എനിക്കൊരു സ്ക്രാച്ച് പോലും കാണാനില്ല. ഇനിയിപ്പോൾ വണ്ടി ഇടിച്ച് കഴിഞ്ഞ് സ്ക്രാച്ച് ഒന്നും വരില്ലല്ലോ? ഇനിയിപ്പോൾ വണ്ടി അടിച്ച സ്ക്രാച്ച് വരില്ലെന്ന് വിചാരിക്കണു. നമുക്കൊരു കാര്യം ചെയ്യാം, ബൂസ്റ്ററൊക്കെ ഇട്ടിട്ട് പടച്ച് പോവാം. വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ല, സ്ക്രാച്ച് വരാൻ പോണില്ല.
ആ പറഞ്ഞോളൂ, അപ്പോഴേക്കും പിടിച്ചു. അപ്പോഴും നമ്മുടെ വണ്ടിയിൽ സ്ക്രാച്ച് ഒന്നും വന്നില്ല ഏട്ടാ. എനിക്ക് ഇതായിരുന്നു വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യടാ, പെടച്ച് പോവാം അങ്ങോട്ട്. ആകാശത്തങ്ങ് പറന്ന് പോവാം. ലെറ്റ്സ് ഗോ. ഫ്രാങ്ക്ലിനാണ് ഇതെന്തത്? നമ്മൾ നല്ല ഹൈറ്റിൽ പറന്ന് പോണ്ടല്ലോ. ആടാ ഷിൻചാനെ, നമ്മൾ നല്ല ഹൈറ്റിൽ പറന്ന് പോകുന്നുണ്ട്. ഇത് എവിടെ വരെ പറന്ന് പോകുമെന്ന് നോക്കി നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ മൊത്തം ലോസ് ആൻഡോസ് കാണാൻ പറ്റും. പക്ഷെ എൻ്റെ പൊന്ന്. ഫ്രാങ്ക്ലിനാണ് മതി, നമുക്ക് ഈ താഴത്തേക്ക് പോവാം. എന്താ ഷിൻചാനെ, മതിയായ? എന്നാ ശരി, നമുക്ക് താഴത്തേക്ക് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ താഴത്തേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഇത്ര വലിയ വീഴ്ച വീണിട്ടും വണ്ടിക്കൊന്നും സംഭവിച്ചില്ല. എടാ ഷിൻചാനെ, നമുക്ക് അവന് ഒരു പണിയിട്ട് കൊടുക്കണ്ടേ? അല്ല, അണ്ണൻ എന്തൊരു ചെയ്യാൻ പോണേ? അവനെ കൊല്ലോ? ഏയ്, അവനെ ഞാൻ കൊല്ലൊന്നുമില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, നമ്മുടെ ആളത് വീട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, നീ ഈ വണ്ടി തന്നില്ലേ, അതൊരു രക്ഷയില്ല കേട്ടാ. ഞാൻ വിചാരിച്ച പോലെയല്ല. ഈ വണ്ടിയിലൊരു പെട്ട ബൂസ്റ്റർ ഉണ്ട്. ഈ ബൂസ്റ്റർ വിട്ടപ്പോൾ നമ്മൾ നേരെ ആകാശത്തേക്ക് പറന്നു പോണേ. അത് മാത്രല്ല, ഞാൻ ഈ വണ്ടി എടുത്തിട്ട് കുറേ സ്ഥലത്ത് കൊണ്ട് ഇടിച്ചു. എന്നിട്ടും വണ്ടിക്ക് ഒരു സ്ക്രാച്ച് പോലും വന്നില്ല. ഈ വണ്ടി എന്നാലും ഭയങ്കര ഒരു സംഭവമാണ്. നീ ഉള്ളോണ്ട് എനിക്ക് ഈ വണ്ടി 2 കോടിക്ക് കിട്ടി. അല്ലെങ്കിൽ ഇത് 10 കോടി കൊടുത്ത് മേടിക്കേണ്ടി വന്നാനെ. എന്നാലും ഈ വണ്ടിക്ക് എന്തോന്നും സംഭവിക്കാണ്ടിരുന്നത്? ഏയ്, നീ എന്തെങ്കിലും പറഞ്ഞാ? ഏയ് ഒന്നുമില്ല. അത് പിന്നെ ഈ വണ്ടി എനിക്ക് തരുമോ? ഞാൻ നിന്റെ 2 കോടിയാണ് മേടിച്ചേ. പകരം ഞാൻ നിനക്ക് 4 കോടി തരാം. അത് ശരി, അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ വണ്ടി എനിക്ക് തന്നേ? നിനക്കത് കയ്യിൽ വെക്കാറുന്നില്ലേ? നീ എന്നെ പറ്റിക്കാൻ നോക്കിയതാന്ന് എനിക്ക് മനസ്സിലായി. മോനെ, എൻ്റെ അടുത്ത് ഒരു ഉടായ്പ പരിപാടിയും നടക്കില്ല. അണ്ണാ മതി, അവനിപ്പോ ചത്തുപോലോ. ആ, അത് ശരിയാ. ഇനി അവനെ ചവിട്ടി കഴിഞ്ഞാൽ അവൻ ചത്തുപോവും. എടാ ഷിൻചാനെ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇവനങ്ങ് എയർലൈറ്റിയാലോ? എന്തു പറയണു? നമുക്ക് ഇവനെ വണ്ടിയിലങ്ങ് കയറ്റാം. എന്നിട്ട് നേരെ എയറിലങ്ങ് പറന്ന് പോവാം. ഓ, ഇത് ശരിയായില്ല ഏട്ടാ. വണ്ടി നൈസായിട്ടൊന്ന് മറിഞ്ഞു വീണു. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് വിടാം. ലെറ്റ്സ് ഗോ. എടാ ഷിൻചാനെ, നമ്മളിത് വീണ്ടും എയറിൽ പറന്ന് പോവാണ്. ഇത്ര ഹൈറ്റ് പോരാ. നമുക്ക് കുറച്ചുകൂടി ഹൈറ്റിലങ്ങ് പറക്കാം. പൊങ്ങട്ടങ്ങട് നല്ല ഹൈറ്റിലങ്ങട് പൊങ്ങട്ടെ. അയ്യോ ഫ്രാങ്ക്ലിനെ, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്തുട്ടായാലും എയറിൽ എത്തിയതല്ലേ. നമുക്ക് മാർസ് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തുട്ട് മാർസിലേക്കാ? അവിടെ വരെ ഈ വണ്ടി പോവോ? നീയല്ലേ പറഞ്ഞേ ഈ വണ്ടി ഭയങ്കര പവർഫുൾ എന്ന്? അങ്ങനെയാണെങ്കിൽ വണ്ടി മാർസിലേക്ക് പോവല്ലോ. നമുക്കിനി അങ്ങോട്ട് പോവാം. നിന്റെ കാര്യത്തിൽ എന്നൊരു തീരുമാനം അവിടെ.